ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. സംഗതി വേറൊന്നുമല്ല, ഈ വീഡിയോ എല്ലാ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വണ്ടിപ്രാന്തന്മാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിരിക്കണം. കാരണം എനിക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ വണ്ടിപ്രാന്തന്മാരെ പറ്റി മാത്രമുള്ള ഒരു വീഡിയോ ഒന്നും അല്ല. എൻ്റെ ഒരു നാട്ടുകാരനുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വ്യക്തിയെ പറ്റി അറിയില്ലായിരുന്നു. അതെന്റെ വലിയൊരു പോരായ്മയായിട്ട് എനിക്കിന്ന് മനസ്സിലായി. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി. നമ്മുടെ വയനാട്ടിലെ ആ ഒരു ദുരന്തമുഖത്ത് ഈ വ്യക്തിയെ കാണുന്നു. ഒരു മാസ്ക് ഒക്കെ ഇട്ട് ഒരു ആർമി യൂണിഫോമിൽ ഈ വ്യക്തിയെ കാണുന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചത് ആരാണ് ഈ വ്യക്തി, എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞ് മാതൃഭൂമിയുടെ ഒരു ന്യൂസിൽ ഞാൻ ഈ വ്യക്തിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ വ്യക്തിയെ പറ്റി സംസാരിക്കുന്നു, കുറെ ഡീറ്റെയിൽ ആ സുഹൃത്തിൽ നിന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മളെല്ലാരും എണീറ്റ് നിന്ന് ഒന്ന് സല്യൂട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഒരു സ്റ്റോറിയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ അതുപോലെ തന്നെ ഈ വ്യക്തി എൻ്റെ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വന്ന ഒരു ആവേശവും ഐ വാസ് ബിറ്റ് ഹാപ്പി. ദൈവമേ, എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരാളൊക്കെ ഉണ്ടല്ലോ എന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആദ്യമേ ഞാൻ പറയുന്നത് ആരെ പറ്റിയാണെന്ന് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഋഷി രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആർമി ഓഫീസർ. നിങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം. നിങ്ങളെയൊക്കെയാണ് ദൈവമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ കണക്കാക്കേണ്ടത്. അല്ലാതെ മറ്റേ മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും ഇപ്പോഴും കുറെ എണ്ണം വരും. മതത്തിന്റെ പേരിലുള്ള മറ്റേ വർഗീയത അഴിച്ചുവിട്ടിട്ടുള്ള കൊടകൊണയൊക്കെ അടിക്കാനായിട്ട് അവന്മാരൊക്കെ പറയുന്ന ദൈവമൊന്നും അല്ല ശരിക്കുള്ള ദൈവം. നിങ്ങളെ പോലുള്ള മനുഷ്യരിലാണ് സത്യം പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ ഉള്ളത്. എനിക്കിന്ന് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം ഞാൻ ആ വ്യക്തിയെ പറ്റി എന്താണ് ആ വ്യക്തിയെ ഒരു ക്യാപ്റ്റൻ, ഒരു മുൻ സൈനിക മേധാവി വിളിച്ച ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഫിയർലെസ് മാൻ ഓഫ് ഇന്ത്യൻ ആർമി ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് ആ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത്. കാരണം നമ്മുടെ കാശ്മീരിൽ പുൽവാമയിൽ ഉണ്ടായ ഒരു ആർമി ഓപ്പറേഷനിൽ 2 തീവ്രവാദികൾ ഒളിച്ചിരുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അവിടെ ബോംബ് വെച്ച് തിരിച്ച് പോരുമ്പത്തേക്ക് അതിലെ ഒരു ടെററിസ്റ്റ് ഇദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹത്തിന്റെ മൂക്കും മുഖവും എല്ലാം പോയി. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അന്ന് ആ വ്യക്തി പോയത്. എന്നിട്ട് പോലും അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ICUവിൽ അഡ്മിറ്റ് ആയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വിചിത്രമായി എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിന്റെ ഫോട്ടോസ് അതിനെപ്പറ്റി സംസാരിക്കേണ്ട. നമുക്ക് എന്തൊക്കെയാണെങ്കിലും വോട്ടെവർ ആ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഞാൻ ആ വ്യക്തിയെ പറ്റി ഇവിടെ പറയാനുള്ള ഒരു കാര്യം ആദ്യമേ ഞാൻ ആ മാതൃഭൂമിയിൽ ഞാൻ അത് തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് എന്തിനാണ് ഈ ഒരു വ്യക്തിയെയും ഈ വണ്ടിപ്രാന്തന്മാരെയും കൂടെ ഞാൻ കണക്ട് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാം ഞാൻ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കാനുണ്ട്. പക്ഷെ അത് മെയിൻലി ഈ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ 4x4 വണ്ടിയൊക്കെ എടുത്ത് മോഡിഫൈഡ് വണ്ടികളുമായിട്ട് എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ആലപ്പുഴക്കാരനാണ്, കുട്ടനാടുകാരനാണ്. ഇവിടെയൊക്കെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ പെട്ടതാ. അപ്പം 4x4 ഒക്കെ തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ കണ്ടു വയനാട്ടില് 4x4 ഓടിച്ച് ചേട്ടന്മാരെ രക്ഷപ്പെടുത്തുന്നത്. ആർമി ഉദ്യോഗസ്ഥന്മാര് വരെ ആ വണ്ടിയിലാണ് പോയത്, ഇല്ലേ? അല്ലാതെ പോകാൻ പറ്റുന്നില്ല പല സ്ഥലത്തേക്ക്. സോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ 4x4 വേണം. ഈ വാർത്ത നിങ്ങളൊന്ന് കാണുക. നമ്മുടെ ഈ ഒരു ദ മോസ്റ്റ് ഫിയർലെസ് മാൻ ഓഫ് ഇന്ത്യയെ പറ്റി കുറച്ച് കാര്യം ചെറുതായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ബാക്കി എനിക്ക് പറയാനുള്ളതിലേക്ക് നമുക്ക് പോവാം. കുറച്ച് ദിവസങ്ങളായി ദുരന്തബാധിത മേഖലകളിൽ ഒരു മാസ്ക് വെച്ച ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഉണ്ട്. ഞാനിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ തെരച്ചിൽ നടത്തി വരുമ്പോഴാണ് അതാരാണെന്ന് മനസ്സിലായത്. മുൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത്, ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ചപ്പെട്ട ആൾക്കാരൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2017 മാർച്ച് 4 ത്രാലിലുണ്ടായ ഒരു വലിയ സേനാ ഓപ്പറേഷനാണ് ശ്രദ്ധേയമാകുന്നത്. അന്ന് ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് കയറി അറ്റാക്ക് ചെയ്ത് അതിൻ്റെ പ്രധാന തീവ്രവാദികളെ
അമർച്ച ചെയ്ത അദ്ദേഹമാണ് ഇന്ന് ഈ കാരുണ്യത്തിൻ്റെ സേവനത്തിനായി എത്തിയിരിക്കുന്നത്. ഇത്രയും മാത്രമേ ഞാൻ തൽക്കാലം ഋഷി രാജലക്ഷ്മിയെ പറ്റി കേൾപ്പിക്കുന്നുള്ളൂ. ഋഷിയെ പറ്റി തന്നെ ആ ഒരു മഹത് വ്യക്തിയെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൊന്നും അത് ഒതുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുക, കമന്റ് ബോക്സിൽ പറയുക, ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇദ്ദേഹത്തെ പറ്റി വേണമെങ്കിൽ ഞാൻ ചെയ്യും. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയെ പറ്റി. സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടപ്പോഴുണ്ടല്ലോ എനിക്ക് വീണ്ടും ഞാൻ എന്താ പറയുന്നത്, എന്റെ നാട്ടുകാരനാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ ഒരു എന്താ ലൈക്ക് ഒരു മാൻ ഈസ് എ ഗ്രേറ്റ്. ഇത്രയും വലിയൊരു വ്യക്തി, രാജ്യത്തിന് വേണ്ടി സ്വന്തം മുഖം കൊടുത്ത ഒരു വ്യക്തി, ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്റെ നാട്ടുകാരനാണെന്ന് പറയുമ്പോൾ എന്താ ഒരു രോമാഞ്ചം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഐ സല്യൂട്ട് യു സർ ഫോർ വാട്ട് യു ആർ. ലൈക്ക് ലാസ്റ്റ് നമ്മുടെ വയനാട്ടിൽ വരെ വന്ന് അവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ കാണിച്ച ഒരു മനസ്സിനൊക്കെ സംതിങ് ബിഗ്. എന്താണെങ്കിലും അന്ന് ഈ വ്യക്തി വയനാട്ടിൽ വെച്ച് ഈ വ്യക്തിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു സാധനമാണ്. ആരും ഇതിനെപ്പറ്റി സംസാരിച്ച് ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും ദിവസമായി എന്നാലും ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ കുറച്ച് കാര്യം കൂടെ ഇതിനകത്ത് പറയാനുണ്ട്. ആദ്യം ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരു ആർമി ഓഫീസറാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന്റെ ഒരു അഹങ്കാരം ഒന്നുമില്ല. അവിടെ നിന്നിട്ട് വിളിക്കുന്നത് വാടാ എന്ന, അവിടെ നിൽക്കുന്ന ആ ഒരു ആളുകളെ നോക്കി പറയുക എടാ വാടാ എന്ന്, കെട്ടിപ്പിടിക്കാൻ, എനിക്കൊരു ഹഗ് താടാ എന്ന്. അത് ആ വ്യക്തി പറയുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ആണ്. ഈ ആർമിക്കാരെ പോലും സഹായിച്ച ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ആണ് അവിടെ നിൽക്കുന്നത്. അവർക്കൊരു വലിയ നന്ദി. ഈ ഒരു ആർമി ഓഫീസറാണ്, ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന, ഇത്രയും ഓപ്പറേഷൻസ് നമ്മുടെ നാടിന് വേണ്ടി നടത്തിയ ഒരു വ്യക്തി. ആ വ്യക്തിയാണ് ഓഫ് റോഡ് ഡ്രൈവേഴ്സിനെ അഭിനന്ദിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ, ഞാൻ ഇത് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു വീഡിയോ, ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ MVD ഒന്ന് കാണണം, കണ്ടിരിക്കണം നിങ്ങൾ. ഒരു ഒരു ആർമി ഓഫീസറാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ആ ഡ്രൈവേഴ്സിനെ, ഓഫ് റോഡ് ഡ്രൈവേഴ്സിനെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ എല്ലാ വർഷവും ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കുഞ്ഞു കേരളം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫ് റോഡ് വണ്ടികൾ വേണം സാർ. അതുള്ളത് കൊണ്ട് മാത്രമാണ് സാർ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ പറ്റിയത്. ഈ ഓഫ് റോഡ് വണ്ടികളെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കും, അവരെ വിളിക്കും, അവരെ ഒന്ന് സഹായിക്കും. അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ പ്രോത്സാഹനം കഴിഞ്ഞ ഒരു 3-4 മാസമോ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഓടിച്ചിട്ട് പിടിക്കാൻ തുടങ്ങും ഇവിടെ മോഡിഫൈഡ് ചെയ്ത ഓഫ് റോഡ് വണ്ടികളെ. മോഡിഫൈ ചെയ്യാതെ എന്തായാലും ഓഫ് റോഡ് വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മോഡിഫൈ ചെയ്യണം, എന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മറ്റേ വലിയ ടയർ ഇടണം, ഒന്ന് ചിലപ്പോൾ പൊക്കേണ്ട വരും വണ്ടി കുറച്ച്. ഇതൊക്കെ ചെയ്താലേ ഇങ്ങനെയുള്ള ഓരോ ദുരന്ത മുഖത്തേക്ക് ആ വണ്ടികൾക്ക് വരാൻ പറ്റുള്ളൂ, ഈസി ആയിട്ട് പോയി ഓരോരുത്തരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള വണ്ടികൾ ഇവരുടെ ഈ ഒരു ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ, ആവശ്യത്തിന് ഇവരുണ്ട്. ഒരു വണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത്, ഇപ്പൊ നമ്മുടെ ആ ഒരു വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു, വയനാട്ടിൽ പോയപ്പോഴും ഓടിയ വണ്ടികൾക്ക് എന്തായാലും മെയിൻ്റനൻസ് ഉണ്ട്. എനിക്ക് കൂടുതൽ അറിയാവുന്ന നമ്മുടെ ഈ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുമ്പോൾ വരുന്ന ഈ ഓഫ് റോഡ് അല്ലെങ്കിൽ ഈ മോഡിഫൈ ചെയ്ത വണ്ടികളെ പറ്റിയാണ്. അവർ വന്ന ഈ പരിപാടിയിലെല്ലാം ഈ അവിടുന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ ഈ വണ്ടിയും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം ഈ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരുടെ വണ്ടിക്ക് മെയിൻ്റനൻസ് ഉണ്ട്. ഇതിനൊന്നും ഇവിടുന്ന് സർക്കാരൊന്നും അവരെ സഹായിക്കുന്നതായിട്ട് എനിക്കറിവില്ല. എല്ലാം അവരുടെ കയ്യിൽ, ആരുടെയാണോ വണ്ടി അയാളുടെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അയാൾക്ക് എന്താ ഭ്രാന്തായിട്ടാണോ വന്ന് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നത്? അല്ലല്ലോ. ആ 4 ടയർ, ആ ഒരു മോഡിഫൈ ചെയ്യുന്ന വണ്ടിയുടെ 4 ടയറിന് തന്നെയാവും എനിക്ക് തോന്നുന്നു. നല്ലൊരു ടയറൊക്കെ എങ്ങനെ പോയാലും 1.5-2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ആവത്തില്ല. നിങ്ങൾ പറയട്ടോ, എനിക്ക് അറിയത്തില്ല. വണ്ടി ഭ്രാന്തന്മാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറ. എനിക്ക് തോന്നുന്നു നല്ല പൈസയാവും എന്താണെങ്കിലും. അത്രയും പൈസ ഇറക്കി അവരുടെ സ്വന്തം വണ്ടിയും കൊണ്ടാണ് അവർ വന്ന് നമ്മളെ സഹായിക്കുന്നത്. അവരെ 6 മാസം കഴിയുമ്പോൾ ഇവിടുത്തെ MVD ഓടിച്ചിട്ട് പെറ്റിയിടപ്പിക്കുക. ഈ വണ്ടി റോട്ടിൽ ഇറക്കാൻ പറ്റില്ല. സാർ MVDയിലെ ഉദ്യോഗസ്ഥരാണ് സാർ, നിങ്ങൾ പറയുന്നതിനകത്ത് കഴമ്പ് കാണും.
ആ വണ്ടി ഇറങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനി എന്തെങ്കിലും എനിക്കറിയത്തില്ല എന്താ പ്രശ്നം ഉണ്ടാവുന്നത്. പക്ഷേ ഇനിയിപ്പം ഒരുപാട് സൗണ്ട് എക്സോസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വെച്ച് ഭയങ്കര സൗണ്ടും കാണും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നിയമപരമായിട്ട് അതിനെ ചെറുതായിട്ട് അതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കി അത് ചെയ്യുക. അല്ലാതെ ഈ വണ്ടി ഇറക്കുക ചെയ്യരുത്, മോഡിഫൈഡ് വണ്ടി വേണ്ട എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ടാക്സ് കുറച്ച് കൂടുതലാക്കുക ഇങ്ങനെയുള്ള വണ്ടികൾക്ക്. ഞാൻ എന്തായാലും നമ്മൾ എല്ലാവരും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോ മോഡിഫൈ വണ്ടി എന്തായാലും അത്യാവശ്യം ഫണ്ടുള്ള ആ വണ്ടിയോടുള്ള ഇഷ്ടമുള്ളവർ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അത് ഇച്ചിരി നിങ്ങൾ ടാക്സ് കൂട്ടിക്കൊടുത്താലും അവർ ചിലപ്പോൾ അടയ്ക്കും. ആ വണ്ടി നിങ്ങൾ എടുത്ത് മറ്റേ അതിന്റെ ടയർ ഊരിക്കളഞ്ഞിടാൻ പറയുമ്പോഴാണ് അവർക്ക് കൂടുതൽ വിഷമം വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത്രയും വിഷമം വരത്തില്ല, അവർ അടച്ചോളും. ആ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് സാർ ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു ഇഷ്ടം, ആ ഒരു വികാരം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ദുഃഖമുഖത്ത് അവരുടെ ആ ഒരു വികാരം കൊണ്ട് നിങ്ങൾക്കും ഗുണമേ ഉണ്ടാവുന്നുള്ളൂ. ഇവിടുത്തെ പോലീസുകാർക്കാണെങ്കിലും പട്ടാളക്കാർക്കുൾപ്പെടെ അതാണ് ആ ഒരു പട്ടാളക്കാരൻ കെട്ടിപ്പിടിക്കുന്നത്, ആ ഒരു ഡ്രൈവേഴ്സിനെ, ആ ഓരോ ഓഫ് റോഡ് റൈഡേഴ്സിനെ. ഇത് ഇവിടുത്തെ ഓരോ മലയാളി എന്നല്ല, ഇവിടുത്തെ ഓരോ മലയാളി അല്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടുത്തെ MPD ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്നിട്ട് ഈ മോഡിഫൈ ചെയ്യുന്ന വണ്ടികളെ ഇല്ലാതാക്കാതെ ഇവിടെ ഇനി ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ തന്നെ വരണം. അവരെ ഈ കാണുമ്പോൾ ഈ 20,000 10,000 ഒന്നും അടപ്പിക്കാതെ, അവരെ കൊണ്ട് ഫൈൻ അടിപ്പിക്കാതെ, നേരെ മറിച്ച് നിങ്ങളൊരു എന്താണ് പ്രോപ്പറായിട്ട്, ഞാൻ എനിക്കിതിനെ പറ്റി വലുതായിട്ട് അങ്ങ് മറ്റേ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടേതായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതായത് എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇനി MPDക്ക് ആണെങ്കിൽ പോലും എന്ത് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ ഈ വണ്ടികൾ ഇല്ലാതാക്കാതിരിക്കാൻ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടലി ഇതിനെ നിർത്താതെ ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഇനിയും വരും വെള്ളപ്പൊക്കങ്ങൾ, ഇനിയും വരും ഉരുൾപൊട്ടലുകൾ. അപ്പോഴൊക്കെ ഇവർ തന്നെ വേണം. അതുകൊണ്ട് ആ വണ്ടികളെ ഇല്ലാതാക്കാതെ കൊല്ലാൻ, അതിന്റെ ഉടമസ്ഥന്മാരെ കൊല്ലാൻ നിൽക്കരുത്. ഈ കാശ് അടപ്പിച്ചും അവർക്ക് ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തേക്ക് ഇറക്കണ്ടെന്ന് പറഞ്ഞാൽ അവരവരുടെ ഗ്യാരേജിൽ ഇടും ഈ വണ്ടി, എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവരിങ്ങനെ നോക്കും. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരിറങ്ങും. അപ്പോഴും അതിന് അവരോട് കാണിക്കുന്ന ഒരു മോശമായിട്ടാണ് സാർ എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അവർ വരും ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ. അതിനാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വം നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് MPD ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, ഈ ഒരു മോഡിഫൈ ചെയ്യുന്ന ആൾക്കാരോടും അവരുടെ വണ്ടികളുടെ ഉടമസ്ഥന്മാരോടും ഒന്ന് കാണിക്കുക. എൻ്റെ ഒരു അപേക്ഷയാണ്. എന്തെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് യോജിക്കുന്നവർ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വണ്ടിപ്രാന്തന്മാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം അവർ പറയട്ടെ, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അവർ കമന്റ് ഇടട്ടെ, എന്താണ് ഒരു പോംവഴി, ഈ മോഡിഫൈ ചെയ്യുന്ന വണ്ടി ടോട്ടലി റോട്ടിൽ ഇറക്കരുത് അങ്ങനെ പറയുന്നതിന് പകരം എന്താണ് ചെയ്യാൻ പറ്റുക. ഞാൻ പറയുന്നതാണ് കുറച്ച് ടാക്സ്, അതുപോലെ തന്നെ ഈ ഒരുപാട് സൗണ്ട് ആക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അല്ലാതെ വണ്ടി ഒന്ന് പൊക്കുന്നതിനോ അല്ലെങ്കിൽ എന്താണ് ഈ ഗ്രൗണ്ട് ടയർ കുറച്ചുകൂടെ വലിയ ടയറൊക്കെ ഇടുന്നതിനോ അതിനൊക്കെ വെറുതെ എന്തിനാണ്? അവർ സഹായിക്കട്ടെ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരേ ഉള്ളൂ നമുക്കൊക്കെ. നിങ്ങളുണ്ട്, പോലീസുകാരും പട്ടാളക്കാരും ഇല്ലാന്നല്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ നിങ്ങളും പെട്ടുപോകാറില്ലേ? അപ്പൊ ഈ വണ്ടികൾ വേണ്ടേ? അപ്പൊ അതില്ലാതാക്കാതിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ.